ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ബ്രെഡിൽ ജാം തേച്ച് കൊടുത്തിട്ട് മെഴുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴാണ് നല്ല ഇടിയും നല്ല കാറ്റൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്ത് പോയി നോക്കുമ്പോൾ നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പം മെഴി മഴ കണ്ടുകൊണ്ടിരിക്കുക. മഴ ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷെ നന്നായിട്ട് കാറ്റുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ വീടിൻ്റെ മുന്നിലൊരു കിലുങ്ങണ ഒരു സാധനം ഉണ്ട്, അതിങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ വൈകുന്നേരം ഞാൻ വിളക്ക് വയ്ക്കാൻ വേണ്ടി അടിച്ചു വരികയാണ്. എന്നും തുടക്കുകയാണ് ചെയ്യാറ്, പക്ഷെ ഇന്ന് എനിക്കൊരു ഉഷാറുണ്ടായിരുന്നില്ല. അപ്പം എന്നാൽ പിന്നെ അടിച്ചു വരാൻ എന്നിട്ട് അടിച്ചു വരികയാണ്. നമ്മൾ അടിച്ചു വരുമ്പോൾ ഈ സോഫയുടെ അടി മൊത്തം ഇവിടെ കളിപ്പാട്ടമായിരിക്കും. എന്നിട്ട് ഞാൻ അതൊക്കെ എടുത്ത് ഇവിടെ അടിച്ചു കൊടുന്നിടുമ്പോൾ അവൾ അതിലത്തെ എല്ലാ സാധനങ്ങളും വീണ്ടും പെറുക്കി കൊണ്ടുപോയിട്ട് അവിടെ നിർത്തും. നമ്മളും അങ്ങനെ തന്നെ ആയിരുന്നില്ല, എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് പിന്നെ എനിക്ക് അവളെ ചീത്ത പറയാനൊന്നും തോന്നില്ല കേട്ടോ. ഞാൻ പക്ഷെ അവളെ പറഞ്ഞ് മിരട്ടും, ഞാൻ ഇതൊക്കെ എടുത്ത് വലിച്ചെറിയെന്നൊക്കെ പറയുമ്പോൾ അവൾ അത് കുറേ ഒതുക്കി വയ്ക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വേർത്തു. എന്ത് പണിയെടുത്താലും ഇപ്പോൾ വേർക്കും. ഈ വെള്ളം കുടി തന്നെയല്ലേ പണി. അപ്പോൾ ഞാൻ ഓടിപ്പോയി വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റടിക്കുകയാണ് കേട്ടോ. മുറ്റടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മർത്ത് എന്നും ഇപ്പോൾ ഭയങ്കര ചപ്പായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഉമ്മർത്തൊരു ആര്യവേപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഇല നന്നായി കൊഴിയുണ്ട്. പിന്നെ കാറ്റും കൂടി ആകുമ്പോൾ പറയണ്ടല്ലോ. അപ്പോൾ മഴ പെയ്ത് തോർന്നപ്പോൾ നല്ലപോലെ ഇല വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ചു. വിളക്ക് വെച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാറ് കേട്ടോ. അപ്പോൾ മെഴിയാണെങ്കിൽ ആ സമയത്ത് പോയി ഉറങ്ങിയിട്ടുണ്ട്. കപ്പിൽ ചായ വെക്കാനായിട്ട് ചെറുക്കേണ്ട, എനിക്ക് മാത്രം മതിയല്ലോ. അപ്പം ഞാൻ കുറച്ച് ചായ വെച്ചു. പിന്നെ ഏട്ടനുള്ളത് വൈകുന്നേരം പിന്നെ ഏട്ടൻ വന്നിട്ടാണ് വയ്ക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ മിഴി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ല. അപ്പോൾ ഞാൻ സീരിയൽ കാണാനും 7 മണിക്ക് ഞാനൊരു സീരിയൽ കാണും. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മിഴീനെ പോയി ഉണർത്തുകയാണ് കേട്ടോ. അവൾ ഇനിയിപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾ അച്ഛൻ വന്ന പരാതിയാവും, അവർക്ക് കളിക്കാൻ പറ്റിയില്ല, എന്തിനാ ഉറക്കി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാനിട്ട് ഞാൻ അവളെ നെപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. പിന്നെ അവളെ അച്ഛൻ വന്നപ്പോൾ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. അവരിങ്ങനെ എന്നും അതെ, അച്ഛൻ വരുമ്പോൾ അവൾ ഒളിച്ചിരിക്കുക. അവൾക്കതൊരു രസമാണ്. അപ്പോൾ തലയിൽ നിന്നൊരു ടവൽ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഏട്ടനോട് ഞാൻ പറയുന്നുണ്ട്, ഇവിടെ മിഴി ഇല്ല കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം വന്നിട്ട് അവളെ കാണാത്ത മാതിരി എവിടെ എൻ്റെ മിഴിക്കുട്ടി എവിടെയെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അവളെ ടവലെടുത്തിട്ട് ഇങ്ങനെ അവർ രണ്ടാളും കൂടി കളിക്കാൻ കേട്ടോ. പിന്നെ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ നേരെ അടുക്കളയ്ക്ക് കൂട്ടോ. അവിടെ എന്തൊക്കെ ഫുഡാണെന്ന് ഉണ്ടാക്കിയെന്നാണ് ആൾ നോക്കുന്നത്. ആൾക്ക് ഭയങ്കര വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വൈകുന്നേരം പിന്നെ വരെ പണിക്കൊക്കെ പോയി വന്നിട്ട് പിന്നെ വൈകുന്നേരമാണല്ലോ ഒരു റിലാക്സേഷൻ ഉള്ളത്. അപ്പോൾ അവർ രണ്ടാളും കൂടി കളിക്കുകയാണ്. ഇവരെന്താ ഇവരുടെ സംസാര വിഷയം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവള് റിമോട്ട് അച്ഛൻ വരുമ്പോഴേക്കും എടുത്ത് വയ്ക്കും. അപ്പോൾ അത് ചോദിക്കുകയാണ്, എവിടെ ഇതിൻ്റെ റിമോട്ട് എന്നൊക്കെ. അവളുടെ കാർട്ടൂൺ മാറ്റുമല്ലോ അത്. അപ്പോൾ അവർ രണ്ടാളും അതൊക്കെ പറഞ്ഞിട്ടാണ് കളിക്കുന്നത്. പിന്നെ ഞാൻ ചായയൊക്കെ കൊടുന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു സാധാ ഹൗസ് വൈഫ് ആയതുകൊണ്ട് ഇത്രയും വീട്ടിലുള്ള വീഡിയോസ് തന്നെ ആയിരിക്കും എൻ്റെ അടുത്ത് ഉണ്ടാവുക. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം, എല്ലാ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറൊക്കെ ഉണ്ണാണ്. വൈകുന്നേരം ചോറാണ് അധികം, ഞങ്ങൾ ചോറ് തന്നെ കേട്ടോ കഴിക്കുക. ഞങ്ങളെല്ലാവരും ചോറിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ അവൾക്കും വാരി കൊടുക്കുന്നുണ്ട്. പിന്നെ ഏട്ടൻ ക്രിക്കറ്റ് കാണുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളൊരു സിനിമയൊക്കെ കണ്ടു.